കാഞ്ഞൂർ പള്ളിയുടെ തിരുനാളിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് നമ്മളോട് വിളിച്ചിരിക്കുക. കാഞ്ഞൂർ പള്ളി വളരെ പ്രസിദ്ധിയാർജിച്ചൊരു പള്ളിയാണ്. 11-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷം എന്ന് പറഞ്ഞാൽ AD 1001 സ്ഥാപിതമായ പള്ളിയാണ് കാഞ്ഞൂർ പള്ളി. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ നാമധേയത്തിലാണ് പള്ളി സ്ഥാപിതമായിരിക്കുക. സെൻറ്റ് മേരീസ് ഫൊറോന പള്ളി എന്നാണ് അറിയപ്പെടുക. പക്ഷെ പള്ളിയെ വിഖ്യാതമാക്കിയത് അവിടെ ജീവിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സാന്നിധ്യമാണ്. ഓരോ വർഷവും തിരുനാൾ വളരെ കേമമായി ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ഓരോ വർഷത്തെയും തിരുനാൾ സമാപിക്കുക. ഈ വർഷത്തെ തിരുനാൾ നൊവേന ആരംഭിച്ചു കഴിഞ്ഞു. ഈ മാസം 17-ാം തീയതി മുതൽ 20-ാം തീയതി വരെയും 26-27 തീയതികളിൽ 8-ാം ഇടം തിരുനാളും ആഘോഷിക്കപ്പെടും. ഫെബ്രുവരി 2-ാം തീയതി ഞായറാഴ്ചയാണ് തിരുനാൾ സമാപിക്കുക. ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് പല ചരിത്ര മുഹൂർത്തങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതായിരിക്കാം. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ടിപ്പു സുൽത്താൻ ചെന്നെത്തുന്ന സ്ഥലങ്ങളിലുള്ള അമ്പലങ്ങളും പള്ളികളുമൊക്കെ ആക്രമിച്ച് നശിപ്പിച്ച ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അങ്ങനെ കാഞ്ഞൂർ പള്ളിയും നശിപ്പിക്കാനായിട്ട് ടിപ്പു സുൽത്താൻ വന്നെത്തിയപ്പോൾ ഈ വാർത്ത കേട്ട് ജനമെല്ലാം പള്ളിയിൽ ഒരുമിച്ച് കൂടി പുണ്യാള കാത്തുകൊള്ളണമേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചപ്പോൾ ജനങ്ങൾ ടിപ്പു സുൽത്താൻ്റെ ഉദ്യോഗസ്ഥരെ പലരെയും ചെന്ന് കണ്ട് ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, പുണ്യവാൻ വലിയ അത്ഭുത സിദ്ധിയുള്ള ആളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ടിപ്പു സുൽത്താൻ അത് വകവച്ചില്ല. അത്രയ്ക്ക് സിദ്ധിയുള്ള പുണ്യാളനാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹം നേരിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി പൊളിക്കാനും തന്നെയുള്ള തത്രപ്പാടുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ജനത്തിൻ്റെ ഉള്ളുരുകിയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയായി തിരുസ്വരൂപത്തിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങി, എന്നെ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കില്ലേ എന്ന്. ഇത് കേട്ട് ടിപ്പു സുൽത്താൻ ഒന്ന് നെടുങ്ങി. അദ്ദേഹം പള്ളിയെ ആക്രമിക്കാതെ കടന്നുപോയി എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. മറ്റൊരു ചരിത്ര വസ്തുത, ശക്തൻ തമ്പുരാൻ ജനിച്ചതും വളർന്നതും ഈ പള്ളിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ 1/2 മൈൽ ദൂരത്തിലാണ്, കോവിലകത്ത്. അദ്ദേഹം അവിടെ വളർന്നു വരുമ്പോൾ പള്ളിയിൽ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും കതിനവെടികൾ മുഴങ്ങുന്നത് സാധാരണമാണ്. ഇപ്പോൾ നിത്യേന വെടിപൊട്ടുന്നതൊക്കെ കുറവാണെങ്കിലും തിരുനാൾ അവസരത്തിൽ ധാരാളം വെടിപൊട്ടും. അന്നൊക്കെ അങ്ങനെയല്ല. അന്ന് കൂടുതൽ പല ദിവസങ്ങളിലും നിത്യേന തന്നെ വെടി പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് ഈ വെടിയൊച്ച അസഹ്യമായി തീർന്നതുകൊണ്ട് അദ്ദേഹം തൻ്റെ ഭൃത്യന്മാരെ അയച്ച് അവിടെയുള്ള കതിന കുറ്റികൾ മുഴുവനും എടുത്തുകൊണ്ട് ഈ പെരിയാറിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പള്ളിയിൽ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് പ്രദക്ഷിണം തുടങ്ങുന്ന സമയമായപ്പോൾ ഈ പെരിയാറിൽ കിടന്ന് കതിനകൾ പൊട്ടാൻ തുടങ്ങി. ഈ വാർത്ത അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തിയപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഈ കതിന വെള്ളത്തിൽ കിടന്ന് പൊട്ടുന്ന കാഴ്ച കണ്ട് പുണ്യാളൻ്റെ സിദ്ധി മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പള്ളിക്ക് ഒരു ആന വിളക്ക് സംഭാവനയായി കാഴ്ചയായി അർപ്പിച്ചു. മാത്രമല്ല ആ വിളക്കിൽ നിത്യേന എണ്ണ പകരുന്നതിന് വേണ്ടിയിട്ട് കുറേ സ്ഥലം പള്ളിക്ക് ദാനമായിട്ട് നൽകുകയും പള്ളിയിരിക്കുന്ന സ്ഥലം കരം ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. പിന്നീടും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പള്ളിയുടെ നടയിലൂടെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന ആരോ അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ബഹുമാനിച്ചില്ല എന്നുള്ളതുകൊണ്ട് ശക്തൻ തമ്പുരാന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഉദ്യോഗസ്ഥരെ അയച്ച് പള്ളിയുടെ നടപ്പുര പൊളിക്കാനായിട്ട് കൽപ്പനയിട്ടു. ഈ ഭൃത്യന്മാർ വന്ന് പള്ളിയുടെ നടപ്പുര പൊളിക്കാൻ തുടങ്ങിയപ്പോൾ അതേ സമയത്ത് തന്നെ കോവിലകത്തെ ആന അവിടുത്തെ പടിപ്പുര പൊളിക്കാൻ തുടങ്ങി. വാർത്ത പെട്ടെന്ന് പരന്നതുകൊണ്ട് അദ്ദേഹം പള്ളിയുടെ നടവാതിലിൽ അത് പൊളിക്കുന്ന ക്രമം നിർത്തിവെച്ചിട്ട് പിന്നെ പള്ളിയോട് കൂടുതൽ ലോഹ്യത്തിലും അതുപോലെ തന്നെ പുണ്യാളനെ ബഹുമാനിച്ചും വളരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരുനാളിൽ ജനം മുഴുവനും ഓടിക്കൂടുന്നതിൻ്റെ ഒരു ഉദ്ദേശ്യം വിളികേട്ട പുണ്യവാൻ എന്നാണ് പുണ്യവാൻ അറിയപ്പെടുക. അത്
ടിപ്പു സുൽത്താൻ്റെ പടയോട്ടവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേര് തന്നെ വന്നത്. ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ നിത്യേന വരുന്നുണ്ട്. തിരുനാൾ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടും വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വരും. ഇവരൊക്കെ വരുന്നതിൻ്റെ ഉദ്ദേശ്യം പുണ്യാളനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ്. എല്ലാ ദിവസവും എന്നോണം ഒരുപാട് പേര് വന്ന് പ്രാർത്ഥനാ നിയോഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് പോയി വീണ്ടും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ അത്ഭുതകരമായിട്ട് സാധിക്കുന്ന ഒട്ടേറെ പേർക്ക് സാധിച്ച അനുഭവങ്ങൾ അവർ കൃതജ്ഞതയായിട്ട് എഴുതിയിട്ട് നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് മടങ്ങിപ്പോകാറുണ്ട്. അവിടുത്തെ ഒരു പ്രധാന നേർച്ച അമ്പ് എടുത്തു വയ്ക്കലാണ്. വിഖ്യാതമായ 3 പ്രദക്ഷിണങ്ങൾ നടക്കുന്ന, ഏഷ്യയിലേക്ക് വെച്ച് ഏറ്റവും വലിയ പ്രദക്ഷിണങ്ങൾ നടക്കുന്ന ഒരു ദേവാലയമാണ് കാഞ്ഞൂർ ദേവാലയം. 19-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രദക്ഷിണം ഇറങ്ങി 6 മണിക്ക് തിരിച്ചു കയറും. 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രദക്ഷിണം ഇറങ്ങി 3 മണിക്ക് തിരിച്ചെത്തും. 2 പ്രദക്ഷിണങ്ങളും കൃത്യം 3 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ളതാണ്. ആ സമയം നിഷ്ഠ വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന പ്രദക്ഷിണങ്ങളാണ്. ഏകദേശം 500-ലധികം സ്വർണ്ണക്കുരിശും വെള്ളിക്കുരിശുകളും അതുപോലെ തന്നെ 1000-ലധികം മുത്തുക്കുടകളൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്ന പ്രൗഢഗംഭീരമായ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാൻ അകലേ നിന്ന് പോലും ഒരുപാട് വിശ്വാസികൾ എത്തിച്ചേരാറുണ്ട്. ഇവരൊക്കെ വന്ന് ചെയ്യുന്നൊരു കാര്യമുണ്ട്. നേരത്തെ വന്ന് കുടയോ കുരിശോ ഒക്കെ ഓരോന്ന് സ്വന്തമാക്കി അടയാളങ്ങൾ വെച്ചിട്ട് പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ പ്രദർശനത്തിന് അവർക്ക് തന്നെ പിടിക്കണം ഈ കുട എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ പല പള്ളികളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. പല പള്ളികളിലും പ്രദർശനത്തിന് കുടയും കുരിശും എടുക്കാൻ ആളില്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ കൊണ്ടുവരുന്ന കുരിശുകളും കുടകളും മതിയാകാതെ വരികയാണ്. വിശ്വാസികൾ മത്സരിച്ചാണ് കുട പിടിക്കാൻ തയ്യാറാകുക. കാരണം അവർക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് ഈ പുണ്യാളനോട്. അങ്ങനെ ഈ തിരുനാൾ ആഘോഷം ഉടനെ ഈ ആഴ്ച തന്നെ അതിന് കൊടി കയറുകയാണ്. 17-ാം തീയതി വെള്ളിയാഴ്ച കൊടി കയറും. പിന്നെ മറ്റ് തിരുക്കർമ്മങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾ ചില കലാപരിപാടികൾ പൊതുജനത്തിന് വേണ്ടി അർപ്പിക്കുന്നുണ്ട്. ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം വിഭാവനം ചെയ്തത്, കൊണ്ടുവന്നതും. അതിന് അദ്ദേഹത്തിന് ഒരു വെളിച്ചമായി പകർന്നു കൊടുത്തത്, അതിനൊരു താല്പര്യം, ഒരു പ്രചോദനം കിട്ടിയത് വിശുദ്ധ സെബസ്ത്യാനോസിലൂടെയാണ് എന്നുള്ളതാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെയും മറ്റുള്ള എല്ലാ ചരിത്രങ്ങളും അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം 10 ലക്ഷം ആൾക്കാർ ഈ വരുന്ന 17-ാം തീയതി മുതൽ 27-ാം തീയതി വരെ ഉള്ള തിരുക്കർമ്മങ്ങളിലും പുണ്യാളനോടുള്ള സ്നേഹത്തിലും ആദരവിലും 10 ലക്ഷത്തോളം ആൾക്കാർ, ജനങ്ങൾ, വിശ്വാസികൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഗ്രീൻ പ്രോട്ടോക്കോള് അനുസരിച്ച് തന്നെ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് തന്നെയാണ് ഇവരെല്ലാവരും, എല്ലാ വിശ്വാസികളെയും കാഞ്ഞൂരിലേക്ക് നമ്മൾ കൊണ്ടുവരാനും അവർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും അവർക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നത്. കാഞ്ഞൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരുനാൾ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മാത്രമല്ല, ഈ തിരുനാൾ ഒരു ഹൈന്ദവ കമ്മ്യൂണിറ്റിയുടെയും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും അങ്ങനെ നാനാജാതി മതസ്ഥരുടെയും കൂടിയുള്ള തിരുനാളാണ്. എല്ലാ പള്ളികളിലും അവരവർക്കുടെ തിരുസ്വരൂപം, അല്ലെങ്കിൽ ഏത് അമ്പലത്തിലായാലും തിരുസ്വരൂപത്തുമൊക്കെ ഒത്തിരി സ്വർണ്ണമാലകളൊക്കെ ചാർത്താറുണ്ട്. കാഞ്ഞൂർ പുണ്യാളനും ഒത്തിരി നേർച്ച കാഴ്ചകളായിട്ടുള്ള സ്വർണ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ തിരുസ്വരൂപത്തിൽ ചാർത്തുന്ന ഒരേ നെക്ലസ്സാണ്, അത് ഒരു മുസ്ലിം സഹോദരൻ കൊടുത്തതാണ്. അദ്ദേഹത്തിന് അവിടെ വന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് കിട്ടിയ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം സമർപ്പിച്ച ഒരു നെക്ലസ്, ആ നെക്ലസ് മാത്രമാണ് വർഷങ്ങളായിട്ട് പുണ്യാളുടെ കഴുത്തിൽ ഈ തിരുനാൾ സമയത്ത് അണിയിക്കാറുള്ളൂ. വേറെ ഒരു നേർച്ച കാഴ്ചകളും അണിയിക്കാറില്ല. ഇങ്ങനത്തെ മതസൗഹാർദ്ദമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നടക്കുന്ന ഒരു ദേവാലയമാണ് കാഞ്ഞൂർ. നിങ്ങൾ കാഞ്ഞൂരത്തെ തിരുനാളിൻ്റെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്താൽ അറിയാൻ പറ്റും. ഇതുപോലെ ആഘോഷങ്ങളും ഭക്തിയും കൂടി നടക്കുന്ന എറണാകുളം ജില്ലയിൽ, കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല, എറണാകുളം ജില്ലയിൽ ഏറ്റവും വലിയ തിരുനാളാണ്. ആഘോഷം കൊണ്ടും മറ്റ് ചരിത്ര സംഭവം കൊണ്ടും ആഘോഷിക്കപ്പെടുന്ന ഒരേ ഒരു തിരുനാൾ കാഞ്ഞൂർ പള്ളിയുടേതാണ്. അപ്പോൾ അതൊക്കെ കവർ ചെയ്യാനും മറ്റുള്ള തിരുനാളിൻ്റെ എല്ലാ കാര്യങ്ങളും പുണ്യാളനോടുള്ള എല്ലാ ഭക്തി സൂചകമായിട്ടുള്ള എല്ലാ ജനങ്ങൾ വന്നു പോണതും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഈ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പുണ്യാളൻ ഒരു യുവാവായിരുന്നു.
താൻ വിശ്വസിച്ച സത്യദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിയാണ്. ഡൈസ്ക്ലൈൻ ചക്രവർത്തിയുടെ സേനാധിപതിയായിരുന്നു. ഡൈസ്ക്ലൈൻ ചക്രവർത്തി ക്രിസ്തു മതത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വിശ്വാസം ഉപേക്ഷിക്കണമെന്ന് ഈ പുണ്യാളനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വിശ്വാസം ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ചക്രവർത്തി പുണ്യാളനെ വധിക്കാൻ, അമ്പെയ്ത് വധിക്കാനായിട്ട് ഉത്തരവിട്ടു. അമ്പെയ്ത് പടയാളികൾ മരത്തുമ്മ കെട്ടിയിട്ട് അമ്പ് ചെയ്ത് മരിച്ചു എന്നും കരുതി പടയാളികൾ പിന്മാറി. ആ വഴി വന്ന ഐറിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരി ആ വഴി വന്നപ്പോൾ പുണ്യാളുടെ ശരീരത്ത് ജീവനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അമ്പുകളൊക്കെ ഊരി ശുശ്രൂഷിച്ചു, മുറിവുകളൊക്കെ വെച്ച് കെട്ടി. അതിനുശേഷം പിന്നെയും പുണ്യാളൻ ഈ ചക്രവർത്തിയുടെ അടുത്ത് ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി ഇനിയും ജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ ചക്രവർത്തി കോപം കൊണ്ട് പുണ്യാളനെ ഗതക്കടിച്ച് കൊല്ലാൻ പറഞ്ഞു. അങ്ങനെ പുണ്യാളൻ വിശുദ്ധ സെബസ്ത്യാനോസ് അമ്പ് ചെയ്തിട്ടല്ല മരിച്ചത്, ഗതയുടെ അടി കൊണ്ട് ഗതക്കടിച്ചാണ് പുണ്യാളൻ മരണപ്പെട്ടത്. മരിച്ചതിന് ശേഷം പുണ്യാളൻ്റെ ശരീരം കഴുകന്മാർക്ക് കൊത്തിവലിക്കാൻ കൊടുക്കാൻ ചക്രവർത്തി കൽപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കഴുകന്മാർക്ക് എറിഞ്ഞിട്ട് കൊടുക്കുകയും കഴുകന്മാരെ ഈ ശരീരം, ഈ പൂജ്യമായ ശരീരം കഴുകന്മാർ കൊത്തിവലിക്കാണ്ടിരിക്കാൻ മുകളിൽ ആകാശത്ത് വട്ടമിട്ട പരുന്തുകൾ കഴുകന്മാർ അവരെ ആക്രമിച്ച് കഴുകന്മാരെ ഇതിൽ നിന്ന് അകറ്റി ഈ ശരീരം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് ചരിത്രം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജനുവരി 20-ാം തീയതി പുണ്യാളൻ മരിച്ച ദിവസം 12 മണിക്ക് ഇറങ്ങുന്ന പ്രദക്ഷിണത്തിൽ ആ കറക്റ്റ് സമയത്ത്, ആ സമയങ്ങളിൽ ഒന്നും പരുതുണ്ടാവില്ല, ആ തിരുസ്വരൂപം ആ കുരിശിൻ തൊട്ടിയിലേക്ക് ഇറങ്ങുമ്പോൾ 12 മണിക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം പരുന്തുകൾ മുകളിൽ വട്ടമിട്ട് പറക്കണത്. പലവർക്കും വിദ്യ ഇത് ആൾക്കാർ കൂടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ കൂടുമ്പോൾ മുകളിൽ പരുന്തുകൾ വരാം എന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷെ ആ കറക്റ്റ് സമയത്ത് ആ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുണ്യാളുടെ ചരിത്രങ്ങൾ നോക്കുമ്പോഴും ആ പ്രധാന തിരുസ്വരൂപത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ തിരുസ്വരൂപത്തിൽ പുണ്യാളുടെ ആത്മാവ് കുടികൊള്ളുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.